നമസ്കാരം. ദേവകി ആസ്ട്രോ സെർച്ചിൻ്റെ പുതുവർഷ ഫലത്തിലേക്ക് സ്വാഗതം. ഈ വർഷം കർക്കിടകം 32 വെള്ളിയാഴ്ച വൈകിട്ട് 7:46 പൂരാടം നക്ഷത്രം 2-ാം പാദത്തിൽ ധനുക്കൂറിൽ ചിങ്ങരവി സംക്രമം നടക്കുന്നു. 1200 പുതുവർഷം പിറക്കുന്നു. ഈ വീഡിയോയിൽ 2024 ഓഗസ്റ്റ് 17 മുതൽ 2025 ഓഗസ്റ്റ് 16 വരെയുള്ള ഒരു വർഷത്തിലെ ഫലം പറയാമെന്ന് വിചാരിക്കുന്നു. ഈ വർഷത്തെ ഗ്രഹസ്ഥിതി പരിശോധിച്ചാൽ ഇപ്പോൾ വ്യാഴം ഇടവത്തിലും കേതു കന്നിയിലും ശനി കുംഭത്തിലും രാഹു മീനത്തിലും സ്ഥിതി ചെയ്യുന്നു. 2025 മാർച്ച് 29 ശനി മീനം രാശിയിലേക്ക് സംക്രമിക്കപ്പെടുന്നു. പിന്നീട് 2025 മെയ് 14 വ്യാഴം മിഥുനം രാശിയിലേക്കും സംക്രമിക്കപ്പെടുന്നു. 2025 മെയ് 18 രാഹു കുംഭം രാശിയിലേക്കും കേതു ചിങ്ങം രാശിയിലേക്കും വക്രത്തിൽ സംക്രമിക്കപ്പെടുന്നു. ഈ ഗ്രഹസ്ഥിതികളെല്ലാം കണക്കിലെടുത്ത് ഒരു വർഷക്കാലത്തെ 27 നക്ഷത്രക്കാരുടെയും ഗുണാനുഭവങ്ങൾ പറയാമെന്ന് വിചാരിക്കുന്നു. കൂടുതൽ കാലയളവിൽ ഒരു രാശിയിൽ നിൽക്കുന്ന ഗ്രഹങ്ങളെ കൊണ്ട് മാത്രമാണ് വർഷഫലം പറയുന്നത്. മറ്റു ഗ്രഹങ്ങളുടെ ചാരഫലം മാസഫലങ്ങളിൽ ഉൾപ്പെടുത്തുന്നതാണ്. പിന്നെ എല്ലാം ഗോചരഫലങ്ങളാകയാൽ പൂർണ്ണമായ ഫലം ലഭിക്കുന്നതിന് സ്വന്തം ഗ്രഹനില കൂടി പരിശോധിക്കേണ്ടതുണ്ട്. ഗ്രഹനിലകളിൽ ഗ്രഹങ്ങൾ ഏതു രാശിയിൽ നിൽക്കുന്നു, ഏത് ഗ്രഹം ദൃഷ്ടി ചെയ്യുന്നു എന്നെല്ലാം കണക്കിലെടുത്തു വേണം പൂർണ്ണഫലം മനസ്സിലാക്കാൻ. ദശയും അപഹാരവും അതിനനുസൃതമായ പ്രാർത്ഥനകളും വഴിപാടുകളും പൂർണ്ണമായും ഉണ്ടെങ്കിൽ മാത്രമേ ഫലം പൂർണ്ണമാകുന്നുള്ളൂ. അതറിയുന്നതിനായി എൻ്റെ വാട്സാപ്പിലേക്ക് ഡീറ്റെയിൽസ് ടെക്സ്റ്റ് ചെയ്യാവുന്നതാണ്. ജനന തീയതി, ജനന സമയം, ജനന സ്ഥലം എന്നിവ ടെക്സ്റ്റ് ചെയ്യുക. 27 നക്ഷത്രങ്ങളും 12 രാശികളിലായി സ്ഥിതി ചെയ്യുന്നു. അതിൽ ഒന്നാമത്തെ രാശിയായ മേടം രാശിയിൽ അശ്വതി ഭരണി കാർത്തികയുടെ 1-ാം പാദം ചേർന്ന മേടക്കൂറിന്റെ ഫലം എന്താണെന്ന് പരിശോധിക്കാം. മേടക്കൂറിന്റെ 2-ാം ഭാവത്തിൽ വ്യാഴം, 11-ാം ഭാവത്തിൽ ശനി, 12-ാം ഭാവത്തിൽ രാഹു, 6-ാം ഭാവത്തിൽ കേതു എന്നിവ സഞ്ചരിക്കുന്ന കാലമാകയാൽ ഒറ്റ നോട്ടത്തിൽ നോക്കിയാൽ ധനധാന്യാദി വസ്ത്രാഭരണാദി ലാഭം, ശത്രുശല്യം കുറയുവാനും ലൗകിക ജീവിതങ്ങളെല്ലാം സാധ്യമാകാനും ഇടയുള്ള വർഷക്കാലമാണ്. കുടുംബജീവിതം സന്തോഷപ്രദമായിരിക്കും. ദാനധർമ്മങ്ങൾ, സത്കർമ്മങ്ങൾ ചെയ്യേണ്ടതായും അതിൽ താല്പര്യം വർദ്ധിക്കുന്നതുമാണ്. ധാർമ്മികപരമായ ചില കാര്യങ്ങൾ സാധ്യമാകും. അപ്രതീക്ഷിതമായി ധനച്ചിലവുകൾ വന്നു ചേരാനും ആധികളും വ്യാധികളും അപകടങ്ങളും ഉണ്ടാകാൻ ഇടയുണ്ട്. വിശദമായി പരിശോധിച്ചാൽ ഈ വർഷത്തിന്റെ ആദ്യ മാസങ്ങളിൽ നല്ല ആരോഗ്യം, രോഗശമനം എന്നിവ പ്രതീക്ഷിക്കാവുന്നതാണ്. ശത്രുശല്യം കുറയുവാനും ശത്രുക്കളുമായുള്ള അകൽച്ച കുറഞ്ഞു വരുന്നതായും ഉള്ള അവസ്ഥകൾ ഉണ്ടാകും. ഏർപ്പെടുന്ന കാര്യങ്ങളിലെല്ലാം തനിക്ക് അനുയോജ്യമായി തന്നെ വന്നു ചേരുന്നതാണ്. ഉന്നത സ്ഥാനമാനങ്ങളും സ്ഥാനഭ്രംശം എന്നിവ വന്നു ചേരുന്നതാണ്. ചില സന്ദർഭങ്ങളിൽ ശ്രേഷ്ഠമായ കർമ്മഫലസിദ്ധി ഉണ്ടാകാനും ഇടയുണ്ട്. എല്ലാ കാര്യത്തിലും വിജയിക്കാനാകും. രത്നാഭരണാദി ലാഭം, സന്തോഷം, സുഖം എന്നിവ അനുഭവത്തിൽ വരുന്നതാണ്. ആഹാരാദി സുഖവും സുഗന്ധദ്രവ്യ ലാഭങ്ങളും ബന്ധുഗുണവും ഉണ്ടാകും. വർഷത്തിന്റെ പകുതിയോടുകൂടി ദ്രവ്യലാഭങ്ങളും നല്ല ആരോഗ്യം, സ്ഥാന ബഹുമാനാദികൾ, രോഗശമനം എന്നിവ ഉണ്ടാകുന്നതാണ്. കർമ്മരംഗത്ത് പുതിയ പദവികൾ ലഭിക്കാനും സ്ഥാനഭ്രംശത്തിനും ഇടയാകും. കുടുംബത്ത് മംഗളകർമ്മങ്ങൾ നടക്കുവാനും ആഹാരസുഖത്തിന്റെ അനുഭവം, സുഗന്ധ വസ്തുക്കൾ, നല്ല ശയന സാമഗ്രികൾ, വിശേഷ വസ്ത്രങ്ങൾ ഇവ കൊണ്ടുള്ള സുഖാനുഭവങ്ങളും ഉണ്ടാകുന്നതാണ്. ഗൃഹം ലഭിക്കാനും വസ്തു സ്വന്തം പേരിലാകാനും പുതിയ വാഹനം വന്നു ചേരാനും സാധ്യതയുണ്ട്. വിവാഹ കാര്യങ്ങൾ തീരുമാനമാകാനും അവ നടന്നു കിട്ടാനും ഇടയുണ്ട്. സന്താനങ്ങളുടെ വിവാഹ കാര്യങ്ങൾ തീരുമാനമാകുന്നതാണ്. അവരുടെ ഉയർച്ചയിൽ സന്തോഷിക്കാനുള്ള അവസരങ്ങൾ ഉണ്ടാകും. ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അവ വിപുലപ്പെടുത്തി എടുക്കുവാനും നല്ല നേട്ടങ്ങൾ കാഴ്ചവെക്കാനും ആകും.
വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ നല്ല പുരോഗതി ഉണ്ടാകുന്നതാണ്. ഉന്നത വിദ്യാഭ്യാസത്തിന് പ്രവേശനം ലഭിക്കാനും വിദേശ യോഗവും സാധ്യമാകും. പ്രണയിതാക്കൾക്ക് ബന്ധം ഊഷ്മളമായിരിക്കും. അവ വിവാഹത്തിലേക്ക് എത്തിച്ചേരാനും ഇടയുണ്ട്. സ്ഥാനപ്രാപ്തി, ധനം, സന്തോഷം, അലങ്കാര വസ്തുക്കൾ ഇവയുടെ ലാഭങ്ങളും ശത്രുനാശവും പ്രതീക്ഷിക്കാവുന്നതാണ്. ധനവർദ്ധനവും വാക്കുകൊണ്ട് കസർത്തുന്നവർക്ക് ഗുണപ്രദവുമായിരിക്കും. അപ്രതീക്ഷിതമായ ധനലാഭങ്ങൾക്കും ബന്ധുക്കളുടെ ഐശ്വര്യങ്ങൾക്കും കുടുംബത്തിന് അഭിവൃദ്ധി എന്നിവ ഉണ്ടാകും. പുതിയ ബന്ധുക്കളെ ലഭിക്കാനിടയുണ്ട്. സുഗന്ധദ്രവ്യങ്ങളും രത്നാഭരണാദി ലാഭം, ഉദ്യോഗതലത്തിൽ അംഗീകാരം, ഇഷ്ടവസ്തുക്കളുടെ ലഭ്യത എന്നിവ പ്രതീക്ഷിക്കാം. കുടുംബത്തെ പങ്കാളിയുമായും സന്താനങ്ങളുമായും ചില കലഹങ്ങൾ ഉണ്ടാകാനിടയുണ്ട്. ഇഷ്ടഭക്ഷണ സമൃദ്ധി, നല്ല ശയനസുഖം, വിശേഷ വസ്ത്രലാഭം എന്നിവ ഉണ്ടാകും. ഉദരസംബന്ധമായ ക്ലേശങ്ങൾക്ക് സാധ്യതയുണ്ട്. ചില സന്ദർഭങ്ങളിൽ തടസ്സങ്ങളും ധനഹാനിയും സംഭവിക്കുന്നതാണ്. സന്താനങ്ങൾക്ക് അരിഷ്ടതകൾക്കും ബുദ്ധിപൂർവം ചില തീരുമാനങ്ങൾ എടുക്കാൻ ബുദ്ധിമുട്ടുകളും അനുഭവപ്പെടുന്നതാണ്. മറ്റുള്ളവരുമായി കലഹങ്ങൾ ഉണ്ടാകാനും തന്മൂലം സ്വസ്ഥത കുറയാനും സാധ്യതയുണ്ട്. എതിർലിംഗത്തിൽപ്പെട്ടവരുമായി കലഹങ്ങൾ ഉണ്ടാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ബന്ധുക്കളെ പറ്റി ചിന്തിച്ചുകൊണ്ടുള്ള ദുഃഖങ്ങളും വിഷമങ്ങളും ഉണ്ടാകുന്നതാണ്. അധികാരികളിൽ നിന്നുള്ള ഭയവും ദുഃഖവും മൂലം മനസമാധാനക്കേടും അനുഭവപ്പെടാൻ ഇടയുണ്ട്. ആദ്യ മാസങ്ങൾക്കു ശേഷം ചില രോഗങ്ങളും അലട്ടിയേക്കാം. രോഗങ്ങൾ മൂലം കഷ്ടതകൾ അനുഭവിക്കാനും ദൈനംദിന കാര്യങ്ങളിൽ മുടക്കമുണ്ടാകാനും സാധ്യതയുണ്ട്. മത്സരബുദ്ധി ഉണ്ടാകാം. അഭിമാനക്ഷതവും ഉണ്ടാകാൻ ഇടയുണ്ട്. മാനസിക പ്രയാസങ്ങളും അഭിമാനക്ഷതവും അനുഭവപ്പെടാൻ ഇടയുണ്ട്. സന്താനങ്ങളെ കൊണ്ട് ദുഃഖമുണ്ടാകാം. ഭക്ഷണത്തിന് രുചി ഉണ്ടാകാനും കലഹങ്ങൾ എന്നിവയ്ക്കും സാധ്യതയുണ്ട്. അപവാദങ്ങൾ കേൾക്കാൻ ഇടയാകും. ചില കാര്യങ്ങളിൽ കഠിന പ്രയത്നം തന്നെ വേണ്ടിവരും. ദേഷ്യം കൺട്രോൾ ചെയ്യണം. മേലധികാരിയുമായി ദുഷ്കരങ്ങളായ വാക്കുകൾ നിമിത്തം ദൂരദേശ സഞ്ചാരങ്ങളും ഉണ്ടായേക്കാം. അഗ്നിഭയം ഉണ്ടാകാൻ ഇടയുണ്ട്. ഉദരരോഗം എപ്പോഴും കരുതിയിരിക്കണം. ദൈവാധീനം വർദ്ധിപ്പിച്ചെടുക്കുന്നതിനായി എല്ലാ മാസവും ഗണപതി ഹോമം, വെള്ളിയാഴ്ച ദിവസങ്ങളിൽ ദേവിക്ക് നെയ്വിളക്ക്, സുബ്രഹ്മണ്യ സ്വാമിക്ക് പഞ്ചാമൃതം എന്നിവ സമർപ്പിച്ച് മുന്നോട്ട് പോവുക. അടുത്തതായി ഇടവക്കൂർ. കാർത്തികയുടെ ബാക്കി മുക്കാൽ ഭാഗം, രോഹിണി, മകയിരത്തിന്റെ ആദ്യ പകുതിയും ഉൾപ്പെടുന്ന ഇടവക്കൂറുകാർക്ക് 1200 എന്ന പുതുവർഷം എങ്ങനെയുള്ളതായിരിക്കുമെന്ന് പരിശോധിക്കാം. ഇടവക്കൂറിൽ, അതായത് ജന്മരാശിയിൽ വ്യാഴവും 10ാം ഭാവത്തിൽ ശനിയും 11ാം ഭാവത്തിൽ രാഹുവും 5ാം ഭാവത്തിൽ കേതുവും സഞ്ചരിക്കുന്ന കാലം. 2025 മാർച്ച് 29 ശനി 11ാം ഭാവത്തിലേക്ക് സംക്രമിക്കപ്പെടുന്നു. 2025 മെയ് 14 വ്യാഴം 2ലേക്കും, 2025 മെയ് 18 രാഹു 10ാം ഭാവത്തിലേക്കും കേതു 4ാം ഭാവത്തിലേക്കും സംക്രമിക്കപ്പെടുന്നു. ഈ ഗ്രഹസ്ഥിതി പ്രകാരം ഈ പുതുവർഷം എങ്ങനെയായിരിക്കുമെന്ന് നോക്കാം. ഇടവക്കൂറിന്റെ രാശിഫലം വിശദമായി പരിശോധിച്ചാൽ ആദ്യ മാസങ്ങളിൽ ആരോഗ്യം വിഷമതകൾ സൃഷ്ടിക്കപ്പെടും. സ്ഥാനമാറ്റം, സ്ഥലം മാറ്റം, ധനച്ചിലവുകൾ അധികരിക്കുന്ന അവസ്ഥയും ഉണ്ടാകും. മനസമാധാനക്കുറവ് അനുഭവപ്പെടുന്നതാണ്. ഇഷ്ടമുള്ള സമ്മാനങ്ങൾ ലഭിക്കും. വിവാഹ കാര്യങ്ങൾ തീരുമാനമാകാനും അപ്രതീക്ഷിതമായ ധനനേട്ടങ്ങൾക്കും മറ്റുള്ളവർ തങ്ങളെ അംഗീകരിക്കാനും സുഹൃത്ത് ലാഭവും പ്രതീക്ഷിക്കാം. മാനസികമായും ശാരീരികമായും ചില പീഡാനുഭവങ്ങൾ ഉണ്ടായേക്കാം. പല കാര്യങ്ങളിലും ഒരു ഉത്കണ്ഠ ഉണ്ടാകും. വീട് പുതുക്കി പണിയുന്നതിനും ബന്ധുക്കളിൽ നിന്നും സഹായങ്ങൾ പ്രതീക്ഷിക്കാം. ധാരാളം യാത്രകൾ വേണ്ടി വന്നേക്കാം. യാത്രകൾ പ്രയോജനപ്രദമാകും. അപ്രതീക്ഷിതമായ ധനനേട്ടങ്ങളും നല്ല ആരോഗ്യവും കാര്യവിജയം എന്നിവ അനുഭവത്തിൽ വരുന്നതാണ്. പല കാര്യങ്ങളിലും പല പ്രതീക്ഷകൾ വച്ചു പുലർത്തി ഇറങ്ങി പുറപ്പെടേണ്ട സംരംഭങ്ങളിൽ വിജയവും ഉണ്ടാകും. കുടുംബത്തിലുള്ളവർക്കായി ചില ആശുപത്രിവാസങ്ങളും ഉണ്ടായേക്കാം. ചില സന്ദർഭങ്ങളിൽ യാത്രാക്ലേശങ്ങളും അധിക ധന ചിലവുകളും ഉണ്ടാകാൻ ഇടയുണ്ട്. സുഹൃത്തുക്കളുമായി നല്ല ബന്ധം പുലർത്താനും കാര്യപ്രാപ്തിയും ഉണ്ടാകും.
ഭൂമി ലാഭം പ്രതീക്ഷിക്കാം. പിതൃസ്വത്ത് സ്വന്തം പേരിലാകാനും ഇടയുണ്ട്. വീട്, വാഹനം എന്നിവ വന്നു ചേരുന്നതിനും ഇടയുള്ള വർഷക്കാലമാണ്. വിവാഹകാര്യങ്ങളിൽ പുരോഗതി ഉണ്ടാകും. അനുയോജ്യമായ ആലോചനകൾ വന്നു ചേരാനും അവ നടന്നു കിട്ടാനും ഇടയുണ്ട്. സന്താനങ്ങളുടെ ഉയർച്ചകൾക്കും സാക്ഷ്യം വഹിക്കാനാകും. പുതിയതായി ഇറങ്ങി പുറപ്പെടുന്ന സംരംഭങ്ങളിൽ സഹായിക്കാനായി സുഹൃത്തുക്കളെ ലഭിക്കുന്നതാണ്. അപ്രതീക്ഷിതമായ ധനലാഭങ്ങളും കാര്യവിജയം എന്നിവ ഉണ്ടാകും. സുഹൃത്തുക്കളുമായി അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. കുടുംബത്തുള്ളവരുമായി നല്ല സന്തോഷപ്രദമായ ജീവിതത്തോടെ മുന്നോട്ട് പോകാനാകും. ഉന്നത വ്യക്തികളുമായി നല്ല ബന്ധം പുലർത്താനാകും. നല്ല സാമ്പത്തിക ഭദ്രത തന്നെ ഉണ്ടാകാൻ ഇടയുണ്ട്. ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് നല്ല പുരോഗതി ഉണ്ടാകുന്നതാണ്. ചെയ്യുന്ന ബിസിനസ് വിപുലപ്പെടുത്തി എടുക്കുവാനും നല്ല നേട്ടങ്ങൾ കൊയ്യുവാനും ആകും. വരുമാന വർധനവ് പ്രതീക്ഷിക്കാം. ഉദ്യോഗാർത്ഥികൾക്ക് നല്ല പുരോഗതി ഉണ്ടാകുന്നതാണ്. മറ്റുള്ളവർ തങ്ങളെ ബഹുമാനിക്കാനും അവസരങ്ങൾ സൃഷ്ടിക്കപ്പെടും. ആരോഗ്യം തൃപ്തികരമായി തുടരും. എല്ലാ കാര്യത്തിലും ഊർജ്ജസ്വലതയോടെ ഇറങ്ങി പുറപ്പെടുകയും നല്ല കാര്യപ്രാപ്തി ഉണ്ടാവുകയും ചെയ്യും. ചില യാത്രകൾ പ്രയോജനപ്രദമാകാത്ത അവസ്ഥകളും വന്നു ചേരാം. മാനസിക അസ്വാസ്ഥ്യങ്ങളും രോഗാരിഷ്ടതകളും വാക്ക് തർക്കങ്ങൾക്കും സാധ്യത കാണുന്നുണ്ട്. കുടുംബത്തെ മംഗളകർമ്മങ്ങൾ നടക്കാനും വസ്ത്രാഭരണാദികൾക്ക് കൂടുതൽ ധനച്ചിലവുകൾ വന്നു ചേരാനും ഇടയുണ്ട്. ചില സന്ദർഭങ്ങളിൽ ഊർജ്ജസ്വലത ഇല്ലാതെ പ്രവർത്തിക്കേണ്ടതായി വരും. ഒരു ധൈര്യക്കുറവ് അനുഭവപ്പെടും. ചില സന്ദർഭങ്ങളിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നത് പോലെ കാര്യങ്ങൾ പോകണമെന്നില്ല. കാര്യതടസ്സങ്ങൾ ഉണ്ടായേക്കാം. മാനസിക പ്രയാസങ്ങളും ഉദര സംബന്ധമായ ബുദ്ധിമുട്ടുകളും വാക്കുതർക്കങ്ങളും വർഷത്തിന്റെ പകുതിയിൽ അപകടങ്ങളും ശരീരത്തിന് ക്ഷതം സംഭവിക്കാനും ഇടയുണ്ട്. മാനസിക പ്രയാസങ്ങളും ഉണ്ടായേക്കാം. ഉയർച്ചയുടെ കാര്യങ്ങൾക്ക് ചില സന്ദർഭങ്ങളിൽ പ്രതിബന്ധങ്ങൾ ഉണ്ടായേക്കാം. ഭൂമി നഷ്ടം അലട്ടാനിടയുണ്ട്. ജീവിതാസ്വാദനത്തിനായി വിദേശ യാത്രകളും തരപ്പെടുന്നതാണ്. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ നല്ല പുരോഗതി ഉണ്ടാകും. ഉന്നത വിദ്യാഭ്യാസത്തിന് പ്രവേശനം ലഭിക്കാനും വിദേശ പഠനത്തിനായി പോകാൻ ആഗ്രഹിക്കുന്നവർക്കും ആഗ്രഹ പൂർത്തീകരണം ഉണ്ടാകും. ചില സന്ദർഭങ്ങളിൽ വിദ്യാഭ്യാസത്തിന് തടസ്സം നേരിട്ടാലും ആത്മനിയന്ത്രണം പാലിക്കേണ്ടതാണ്. കൃഷി ലാഭകരമാകാനും തങ്ങളെ ആദരിക്കപ്പെടാനും ഇടയുണ്ട്. പൊതുവെ നോക്കിയാൽ ജീവിതം സന്തോഷപ്രദമായിരിക്കും. ദൈവാധീനത്തിനായി ദേവിക്ക് ചുവന്ന ഹാരം, വെള്ളിയാഴ്ച ദിവസങ്ങളിൽ ദേവിക്ക് കടുംപായസം, മഹാദേവന് ധാര, കൂവളത്തില കൊണ്ട് അർച്ചന എന്നിവ സമർപ്പിച്ച് മുന്നോട്ട് പോവുക. മിഥുനക്കൂർ മകേരത്തിന്റെ ബാക്കി പകുതിയും തിരുവാതിര പുണർദത്തിന്റെ ആദ്യ മുക്കാൽ ഭാഗവും ഉൾപ്പെടുന്ന മിഥുനക്കൂറുകാർക്ക് 1200 പുതുവർഷ ഫലം എങ്ങനെയായിരിക്കുമെന്ന് പരിശോധിക്കാം. ഈ വർഷത്തെ ഗ്രഹസ്ഥിതി പരിശോധിച്ചാൽ മിഥുനക്കൂറിന്റെ 12ാം ഭാവത്തിൽ വ്യാഴവും 9ാം ഭാവത്തിൽ ശനിയും 10ാം ഭാവത്തിൽ രാഹുവും 4ാം ഭാവത്തിൽ കേതുവും സഞ്ചരിക്കുന്ന കാലം. 2025 മാർച്ച് 29-ന് ശനി 10ാം ഭാവത്തിലേക്കും 2025 മെയ് 14-ന് വ്യാഴം ജന്മത്തിലേക്കും 2025 മെയ് 18-ന് രാഹു 9ാം ഭാവത്തിലേക്കും കേതു 3ാം ഭാവത്തിലേക്കും സംക്രമിക്കപ്പെടുന്നു. ഈ ഗ്രഹസ്ഥിതി പ്രകാരം മിഥുനക്കൂറുകാർക്ക് ഈ പുതുവർഷം എങ്ങനെയുള്ളതായിരിക്കുമെന്ന് പരിശോധിക്കാം. മിഥുനക്കൂറുകാർക്ക് ഈ ഒരു വർഷത്തിന്റെ തുടക്കത്തിൽ പലവിധ ക്ലേശങ്ങളും കഠിന ദുഃഖങ്ങളും സംഭവിക്കാൻ ഇടയുണ്ട്. ധനച്ചിലവുകൾ വർദ്ധിച്ചു നിൽക്കും. ദുഷ്പ്രവൃത്തികൾ ചെയ്യാൻ ഇടയാകും. രോഗങ്ങളും അലട്ടാനിടയുണ്ട്. ഗൂഢകർമ്മങ്ങൾ ചെയ്യുവാനും താല്പര്യം പ്രകടിപ്പിക്കും. കഠിനാധ്വാനത്താൽ യോഗ്യത നേടി സ്ഥാനലഭ്യത ഉണ്ടാകും. രാശിഫലം വിശദമായി പരിശോധിച്ചാൽ പലവിധ സ്ഥാനപ്രാപ്തിയും ഗൃഹലാഭവും ധനനേട്ടവും സന്തോഷം ഇവയുടെ എല്ലാം ലാഭവും ശത്രുനാശവും പ്രതീക്ഷിക്കാം. പലവിധ ഭയങ്ങൾ അലട്ടാനിടയുണ്ട്. കുടുംബത്ത് അഭിവൃദ്ധി ഉണ്ടാകും. ധനധാന്യാദി വസ്ത്രാഭരണാദി ലാഭം, സ്വർണങ്ങൾ ലഭിക്കാനും എല്ലാ കാര്യത്തിലും ഒരു ജയവും സന്തോഷവും ഉണ്ടാകുന്നതാണ്. എതിർലിംഗത്തിൽപ്പെട്ടവരുമായി അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാൻ ഇടയുള്ളതിനാൽ പ്രത്യേകം ശ്രദ്ധിക്കണം. എല്ലാ കാര്യങ്ങളിലും വിജയവും സൗഭാഗ്യവും ഉന്നത സ്ഥാന ലാഭവും കൈവരുന്നതാണ്.
ആരോഗ്യം തൃപ്തികരമായിരിക്കും. രോഗനാശം, ശത്രുനാശം, വിഷമതകൾക്കെല്ലാം ഒരു ശമനവും ഉണ്ടാകുന്നതാണ്. എന്തു തന്നെയായാലും കലഹത്തിന് ഇടവരുത്താതെ നോക്കണം. ക്ഷമ അത്യന്താപേക്ഷിതമാണ്. വാക്കുകൾ സൂക്ഷിച്ച് ഉപയോഗിക്കണം. എല്ലാ കാര്യത്തിലും വിജയിക്കാനും സന്താന സുഖം, സന്താന സൗഭാഗ്യങ്ങളും, പുഷ്ടിമ, മനസുഖം എന്നിവ ഉണ്ടാകുന്നതാണ്. എല്ലാ കാര്യത്തിലും ഒരു സാമർഥ്യം പ്രകടിപ്പിച്ച് ഊർജ്ജസ്വലതയോടെ പ്രവർത്തിക്കുന്നതാണ്. വർഷത്തിന്റെ പകുതിക്ക് ശേഷം വിവാഹ കാര്യങ്ങൾക്ക് തീരുമാനമാകാനും സന്താന സൗഭാഗ്യത്തിനും ഉതകുന്ന മാസങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. കർമ്മരംഗത്ത് നല്ല ഉയർച്ച തന്നെ പ്രതീക്ഷിക്കാം. ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അവരുടെ കച്ചവടം വിപുലപ്പെടുത്തി എടുക്കുവാനും നല്ല നേട്ടങ്ങൾ തന്നെ കൊയ്യാനും ആകും. സ്വന്തമായി ഒരു വീട് എന്ന സങ്കല്പം യാഥാർത്ഥ്യമാകും. വീട് പുതുക്കി പണിയുന്നതിനും വാഹനം മാറി വാങ്ങുന്നതിനും പിതൃസ്വത്ത് സ്വന്തം പേരിലാകാനും ഇടയുള്ള സമയങ്ങളും ഈ വർഷത്തിൽ സംജാതമാകും. വിദ്യാർത്ഥികൾക്ക് ആദ്യ പകുതിയിലായിരിക്കും കൂടുതൽ മെച്ചം. പഠനത്തിൽ പുരോഗതി ഉണ്ടാകാനും വിദേശ പഠനത്തിനായി ഒരുങ്ങുന്നവർക്ക് പുരോഗതിയും ഉണ്ടാകും. ഈ വർഷത്തിൽ ഉടനീളം വിദേശയാത്രയ്ക്ക് ഒരുങ്ങുന്നവർക്ക് വിദേശയാത്ര തരപ്പെടുന്നതാണ്. സന്താനങ്ങളുടെ ക്ഷേമത്തിനായി ഇറങ്ങി പുറപ്പെടേണ്ടി വരും. അവരുടെ നന്മയിൽ സന്തോഷം അനുഭവപ്പെടുന്നതാണ്. മത്സരബുദ്ധി വർദ്ധിക്കും. കർമ്മരംഗത്ത് താൻ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള ഫലം ഉണ്ടാകാം. സ്ഥാനമാന ലാഭങ്ങളും മറ്റുള്ളവർ തങ്ങളെ ബഹുമാനിക്കാനും ഇടവരുന്നതാണ്. നല്ല വാക്കുകളാൽ സമ്പുഷ്ടരാകും. കുടുംബത്ത് സന്തോഷവും സമാധാനവും കളിയാടും. ഭയക്കുന്ന അവസ്ഥകളും ഉണ്ടായി വരുന്നതാണ്. ശത്രുനാശവും ലൗകിക സുഖങ്ങളും അനുഭവിക്കാനുള്ള യോഗമുണ്ട്. ശത്രുശല്യങ്ങൾക്കും രോഗാരിഷ്ടതകൾക്കും സാധ്യതയുണ്ട്. കലഹങ്ങൾ ഉണ്ടാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. മേലധികാരിയുമായി യോജിച്ചു പോകാൻ ശ്രദ്ധിക്കേണ്ടതാണ്. അധികാരികളിൽ നിന്നും ഭയവും ദുഃഖവും മനസമാധാനക്കേടും ഉണ്ടായേക്കാം. സത്കർമ്മങ്ങൾക്ക് വിഘ്നമുണ്ടാകാം. താൻ വിചാരിക്കുന്നത് പോലെ കാര്യങ്ങൾ പോകുന്നില്ലല്ലോ എന്ന മനപ്രയാസവും ഉണ്ടായേക്കാം. ചില സന്ദർഭങ്ങളിൽ ബന്ധുക്കളുമായി ചില അഭിപ്രായ വ്യത്യാസങ്ങൾക്കും സാധ്യതയുണ്ട്. എന്നിരുന്നാലും ആരോഗ്യം നിലനിർത്തി മുന്നോട്ട് പോകാനാകും. ഇഷ്ടഭക്ഷണ സമൃദ്ധി, ആഹാര ക്രമീകരണങ്ങളും ഉണ്ടാകേണ്ടതാണ്. വർഷാവസാനത്തോടെ ധനപുഷ്ടിയും വാഗ്വിലാസവും പലവിധ ദ്രവ്യലാഭവും വസ്ത്രാഭരണ പുഷ്ടിയും ഉണ്ടാകുന്നതാണ്. ബന്ധുക്കളുമായി യാതൊരു വിധത്തിലും അകൽച്ച ഉണ്ടാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. വർഷാവസാനത്തോടെ സ്ഥാനപ്രാപ്തിക്ക് അവസരം ഒരുങ്ങും. ചില വിലപിടിപ്പുള്ള സുഗന്ധ വസ്തുക്കളും ശയനോപകരണങ്ങളും വിശേഷ വസ്ത്രങ്ങളും തൻ്റെ സൗഖ്യത്തിനായി ലഭിക്കുന്നതാണ്. എന്നാൽ അമ്മയുടെ ആരോഗ്യകാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധയുണ്ടാകണം. സ്വന്തം ആരോഗ്യകാര്യത്തിലും ശ്രദ്ധിക്കേണ്ടതാണ്. യോഗ പോലുള്ളവ ശീലമാക്കുന്നത് നന്നായിരിക്കും. ആഹാര ക്രമീകരണങ്ങളും അത്യന്താപേക്ഷിതമാണ്. ദൈവാധീനം വർദ്ധിപ്പിച്ചെടുക്കുന്നതിനായി മഹാദേവന് കൂവളത്തില കൊണ്ട് അർച്ചന, ശ്രീകൃഷ്ണസ്വാമിക്ക് പാൽപായസം, നിത്യവും കൃത്യനിഷ്ഠയോടെ വിഷ്ണു സഹസ്രനാമം ജപിക്കുകയും ചെയ്യുക. അടുത്തതായി കർക്കിടകക്കൂറ്. പുണർദത്തിന്റെ അവസാന കാൽഭാഗം, പൂയം, ആയില്യം എന്നീ നക്ഷത്രങ്ങൾ ചേർന്ന കർക്കിടകക്കൂറുകാർക്ക് 1200 പുതുവർഷത്തിൽ ഗ്രഹസ്ഥിതി പ്രകാരം എന്തെല്ലാം ഫലങ്ങളാണ് ഉണ്ടാകുന്നതെന്ന് പരിശോധിക്കാം. അതിനായി ഗ്രഹസ്ഥിതി പരിശോധിച്ചാൽ വർഷാരംഭത്തിൽ വ്യാഴം 11ാം ഭാവത്തിലും ശനി 8ാം ഭാവത്തിലും രാഹു 9ാം ഭാവത്തിലും സഞ്ചരിക്കുന്ന കാലമാണ്. പിന്നീട് 2025 മാർച്ച് 29-ന് ശനി 9ാം ഭാവത്തിലേക്കും 2025 മെയ് 14-ാം തീയതി വ്യാഴം 12ാം ഭാവത്തിലേക്കും 2025 മെയ് 18-ന് രാഹു അഷ്ടമത്തിലേക്കും കേതു 2-ലേക്കും സംക്രമിക്കപ്പെടുന്നു. ഈ ഗ്രഹസ്ഥിതി പ്രകാരം ഈ വർഷത്തിന്റെ തുടക്കത്തിൽ താൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളെല്ലാം സാധിച്ചു കിട്ടുന്നതാണ്. താൻ ആഗ്രഹിക്കുന്ന സ്ഥാനപ്രാപ്തിയും ബന്ധുഗുണവും വന്നു ചേരുന്നതാണ്. എല്ലാ കാര്യത്തിലും ഒരു ജയവും നല്ല ആരോഗ്യവും ധനധാന്യാദി വസ്ത്രാഭരണാദി ലാഭം, സ്ഥാനക്കയറ്റം എന്നിവ സാധ്യമാകുന്നു. എന്നാൽ പുണ്യപ്രവൃത്തികൾക്ക് ചില തടസ്സങ്ങൾ ഉണ്ടായേക്കാം. കർമ്മരംഗത്ത് പുതിയ പദവി പ്രാപ്തമാകും. വാക്ചാതുര്യത്താൽ ശ്രദ്ധേയമായ നേട്ടങ്ങൾ ഉണ്ടാകുന്നതാണ്. ഉദ്യോഗാർത്ഥികൾക്ക് നല്ല നേട്ടം തന്നെ പ്രതീക്ഷിക്കാം. ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ആദ്യ പകുതിയിൽ നല്ല നേട്ടങ്ങൾ കൊയ്യാനാകും. വിദ്യാർത്ഥികൾക്ക്
ഈ വർഷത്തിന്റെ പകുതിയോടെ നല്ല അവസരങ്ങൾ വന്നു ചേരുന്നതാണ്. പഠനത്തിൽ പുരോഗതി ഉണ്ടാകും. വിദേശ യോഗത്തിനും സാധ്യതയുണ്ട്. ധനധാന്യാദി വസ്ത്രാഭരണാദി ലാഭം, നല്ല മുഖപ്രസന്നതയും ധൈര്യവും പ്രദർശിപ്പിച്ച് മുന്നോട്ടു പോകുന്നതാണ്. ദൂരദേശ യാത്രകളും വിദേശ യോഗവും ഉണ്ടായേക്കാം. യാത്രാക്ലേശങ്ങൾ ഉണ്ടാകുമെങ്കിലും അവയെല്ലാം തരണം ചെയ്ത് മുന്നോട്ടു പോകാനാകും. താൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളെല്ലാം സാധിച്ചു കിട്ടുന്നതാണ്. അപ്രതീക്ഷിതമായി മറ്റുള്ളവരുമായി വഴക്കുണ്ടാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. രോഗാരിഷ്ടതകൾക്ക് ഒരു പരിഹാരം കാണാനാകും. അപ്രതീക്ഷിതമായി ധനം കൈവരാനും വിലപിടിപ്പുള്ള സമ്മാനങ്ങളും ലഭിക്കുന്നതാണ്. കുടുംബത്ത് മംഗളകർമ്മങ്ങൾ നടന്നു കിട്ടാനിടയുണ്ട്. വിലപിടിപ്പുള്ള വസ്ത്രങ്ങളും രത്നാഭരണാദി നേട്ടങ്ങളും ഉണ്ടാകും. വർഷത്തിന്റെ തുടക്കത്തിൽ തന്നെ വിവാഹ കാര്യങ്ങൾ തീരുമാനമാകാൻ ഇടയുണ്ട്. സന്താന സൗഭാഗ്യവും കൈവരും. ഈ വർഷത്തിന്റെ പകുതിക്ക് ശേഷം വീടെന്ന സങ്കല്പം വീട് പുതുക്കി പണിയുന്നതിനും വാഹനം മാറി വാങ്ങുന്നതിനും വസ്തു സ്വന്തം പേരിലാകുന്നതിനും സാധ്യതയുണ്ട്. വാക്കുകൾ കഠിനമാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. കുടുംബത്തുള്ളവർക്ക് ചില രോഗാരിഷ്ടതകൾ വന്നുപെടാനും ഇടയുണ്ട്. ധാരാളം യാത്രകൾ ചെയ്യാൻ അവസരങ്ങൾ ഒരുങ്ങുന്നതാണ്. ബന്ധു സമാഗമം, ഇഷ്ടഭക്ഷണ സമൃദ്ധി എന്നിവയും ഉണ്ടാകും. ശത്രുക്കളെ പരാജയപ്പെടുത്തി ധനനേട്ടങ്ങൾ ഉണ്ടാകും. ദുർജന സംസർഗം ഉണ്ടാകാനും ദുർജനങ്ങളിൽ നിന്നുള്ള ഭയവും നീച സ്വഭാവങ്ങൾ പ്രകടമാകാനും സാധ്യതയുണ്ട്. സുഹൃത്ത് ബന്ധത്താൽ പലവിധ ബുദ്ധിമുട്ടുകളെയും അഭിമുഖീകരിക്കേണ്ടി വരുന്നതാണ്. സന്താനങ്ങളുമായി ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാനും ഉദര സംബന്ധമായ രോഗങ്ങൾ അലട്ടാനും ഇടയുണ്ട്. ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവരാണെങ്കിൽ ചില സന്ദർഭങ്ങളിൽ പ്രവർത്തന മേഖലയിൽ ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടുന്നതാണ്. വിദേശയാത്രയും തരപ്പെടും. മുടങ്ങിക്കിടന്നിരുന്ന പല പദ്ധതികളും പുനരാവിഷ്കരിച്ച് മുന്നോട്ട് കൊണ്ടുപോകാനാകും. ധനച്ചിലവുകളും ഉറ്റവരുടെ വിയോഗത്തിനും സാധ്യതയുണ്ട്. സുഹൃത്തുക്കളുമായി ഇടപെടുമ്പോൾ അതീവ ശ്രദ്ധാലുക്കളായിരിക്കണം. തൻ്റെ ആത്മാർത്ഥ സുഹൃത്തുക്കളും ബന്ധുക്കളും തമ്മിൽ കലഹിക്കാൻ അവസരങ്ങൾ ഉണ്ടാകും. വർഷത്തിന്റെ പകുതിയോടെ ധനവരവ് കുറയുവാനും മാനസിക പ്രയാസങ്ങൾ രൂപപ്പെടാനും രോഗാരിഷ്ടതകൾ വലയ്ക്കുവാനും ഇടയുണ്ട്. പിന്നീട് സ്വാസ്ഥ്യം വീണ്ടെടുക്കാനും ആഹാര ക്രമീകരണങ്ങൾ ഉണ്ടാകേണ്ടതുമാണ്. വർഷാവസാനത്തോടെ വിഷഭയം ഉണ്ടായേക്കാം. ശത്രുനാശം ഉണ്ടാകാനും ധനധാന്യാദി വസ്ത്രാഭരണാദി നേട്ടങ്ങൾക്കും മറ്റുള്ളവരാൽ അപമാനിക്കപ്പെടാതിരിക്കാനും പ്രത്യേകം ശ്രദ്ധിക്കണം. ഉറക്കക്കുറവ് അനുഭവപ്പെടും. ഉദരസംബന്ധമായ ക്ലേശങ്ങൾക്കോ നേത്രരോഗത്താൽ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കാനും ഇടയുണ്ട്. വായുകോപത്താൽ ആരോഗ്യ പ്രശ്നങ്ങൾ അലട്ടാൻ ഇടയുണ്ട്. ദൈവാധീനം വർദ്ധിപ്പിച്ചെടുക്കുന്നതിനായി ഭദ്രയെങ്കിൽ ചുവന്ന ഹാരം സമർപ്പിക്കുക. ശ്രീകൃഷ്ണസ്വാമിക്ക് പാൽപായസം, ഹനുമൽ സ്വാമിക്ക് വെണ്ണ നിവേദ്യം എന്നിവ സമർപ്പിച്ച് മുന്നോട്ടു പോകേണ്ടതാണ്. അശ്വതി മുതൽ ആയില്യം വരെയുള്ള 9 നക്ഷത്രക്കാർ 1200 പുതുവർഷത്തിൽ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ പ്രതിപാദിച്ചിരിക്കുന്നത്. 2024 ഓഗസ്റ്റ് 17 മുതൽ 2025 ഓഗസ്റ്റ് 16 വരെയുള്ള ഫലങ്ങളാണ് ഈ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്നത്. വിശദമായ പരിശോധനയ്ക്ക് ഡീറ്റെയിൽസ് വാട്സാപ്പിലേക്ക് ടെക്സ്റ്റ് ചെയ്യാവുന്നതാണ്. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഈ വർഷത്തെ പുതുവർഷ ഫലം 3 വീഡിയോ ആയിട്ടാണ് അപ്ലോഡ് ചെയ്യുന്നത്. അടുത്ത 9 നക്ഷത്രങ്ങളുടെ, അതായത് മകം മുതൽ തൃക്കേട്ട വരെയുള്ള നക്ഷത്രങ്ങളുടെ, അതായത് ചിങ്ങക്കൂറ് മുതൽ വൃശ്ചികക്കൂറ് വരെയുള്ള നക്ഷത്രങ്ങളുടെ പുതുവർഷ ഫലങ്ങളുമായി ഉടൻ തന്നെ എത്തിച്ചേരാം.